ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ എപ്പിസോഡ് 37 ഒരു അനാലിസിസ് വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ വിഷമിച്ച് ഡിപ്രസ്ഡ് ആയിരുന്ന ഗബ്രി ആൻഡ് ജാസ്മിൻ ഇന്ന് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നു എന്നാണ് നമുക്ക് രാവിലെ തന്നെ കാണാൻ കഴിഞ്ഞത്. കാരണം ഒരു ഫുൾ ഓൺ പെർഫെക്റ്റ് ആയിട്ട് ഓക്കെ ആയിട്ടാണ് രണ്ടാളെയും കാണാൻ പറ്റിയത്. അപ്പോൾ രാവിലെ തന്നെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയുണ്ടായി. ആ ഒരു ടാസ്ക് ഒരു മെലോ ഡ്രാമ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 ടീംസാണല്ലോ, ഡെന്ന്, ടണൽ. അപ്പോൾ അവർ 3 തിരിച്ച് ആ ഒരു ടാസ്ക് എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് പവർ ടീമിൻ്റെ അധികാരം എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി നമ്മുടെ DJ സിബിനും കൂട്ടരും കൂടി ചേർന്ന് ഒരു സംഭവം പ്ലാൻ ചെയ്ത്. ശരണ്യാണ് പോയിട്ട് പറഞ്ഞത്, അതായത് ഇവരിയ്ക്കുന്ന റൂം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടീം ഇരിക്കുന്നത് ഡെന്നാണ് തോന്നുന്നു. അപ്പോൾ ആ ടീം ഇരിക്കുന്ന റൂം ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ജാസ്മിൻ ഉണ്ടായിരുന്നു എന്ന് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്ലോസ് ചെയ്തു. ഇനി ഇത് തുറക്കില്ല പറഞ്ഞു. നിങ്ങളിതിൽ പങ്കെടുക്കണ്ട, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്താണ് പറയുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കളി ഇവർ കളിച്ചു. എത്രത്തോളം പവർ ടീമിൻ്റെ അധികാരമുണ്ട്. പക്ഷേ ഇവർ ആലോചിച്ചിട്ടില്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായിട്ടുള്ള പരിഗണന. അതായത് പല നീഡ്സും ഒരാൾക്കുണ്ടാവും. ബാത്റൂമിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതൊരു ടാസ്ക്കൊന്നുമല്ല. എത്ര നേരം വേണമെങ്കിൽ ഗബ്രിക്ക് എന്തൊക്കെയോ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് ആദ്യമേ ഇതിന് മുന്നേ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം, പിന്നെ ജാസ്മിന് എന്തോ പീരീഡ്സ് ആയിരുന്നു, അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ ആരുടെ അടുത്തൊക്കെയോ പറയണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ നേരം ഇവരിട്ട് കളിപ്പിക്കാൻ നോക്കി. അതായത് ജാസ്മിൻ ഗബ്രി മാപ്പ് പറയണം, ഗബ്രിയുടെ വായിൽ നിന്ന് എന്തൊക്കെയോ വന്നു, അതുകൊണ്ട് ഗബ്രി മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിബിൻ കുറേ ആയിട്ട് എന്തൊക്കെയൊക്കെയോ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു പുല്ലും നടന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഗബ്രി മാപ്പും പറഞ്ഞില്ല, തുറന്ന് വിടേണ്ട ഗതിയും വന്നു, അവർ പരിപാടിയും പൊളിഞ്ഞു. എന്നിട്ട് സ്വയം തന്നെ സ്വന്തമായി കടന്ന് ആഘോഷിക്കുന്നുണ്ടായിരുന്നു, എന്തോ നേടിയതുപോലെ. ഗബ്രീനെ മാപ്പ് പറയിപ്പിക്കാനുള്ള ട്രിക്കാണെന്നൊക്കെ പറഞ്ഞ് കൂടിയിരുന്ന് ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല, ഒരു കുന്തവും നടന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തോടു കൂടി ഉറപ്പിക്കുക ഒരു കാര്യം, ഏകദേശം ടോപ്പ് 3 പൊസിഷനിൽ ഗബ്രിയും ജാസ്മിനും ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. 100%. ഒന്നും നോക്കണ്ട. ഇവരല്ലാതെ ഇത്രയും കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടായിട്ട് അവരുടെയൊക്കെ പരാജയം തന്നെയാണെന്ന് പറയേണ്ടി വരും. വെറും പരാജയം. കാരണം ഇത്രത്തോളം കണ്ടസ്റ്റൻ്റ് ഉണ്ടായിട്ടും എല്ലാ കാര്യവും റിവോൾവ് ചെയ്യുന്നത് ഇപ്പോഴും ജാസ്മിൻ ആൻഡ് ഗബ്രിയുടെ മുകളിൽ തന്നെയാണ്. അവരൊരു ടാസ്കിലും പങ്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് പറയാം അവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ജസ്റ്റ് അവിടെ പ്രേമം കളിക്കാനോ, അല്ലെങ്കിൽ പ്രേമ നാടകമാണോ, അല്ലെങ്കിൽ റിയൽ ലവാണോ നമുക്കറിയില്ല. അത് എന്തോ ആയിക്കോട്ടെ, അത് ചെയ്യാനാണോ വന്നത് എന്ന് നമുക്ക് പറയാം. പക്ഷേ അവർ ടാസ്കും കളിക്കുന്നുണ്ട്, പറയേണ്ട സമയത്ത് കൊടുക്കുന്നുമുണ്ട് നല്ല രീതിയിൽ. ഈ വൈൽഡ് കാർഡ്സിന് വരെ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിചാരിച്ചത് ആരൊക്കെയോ എന്തൊക്കെയോ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോഴും അവർക്ക് കിട്ടുന്ന ഫോക്കസ് എത്രയാണ്? കോണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ടൈം ആർക്കാണ് കിട്ടുന്നത് നമുക്ക് നോക്കിയാൽ മതി. ഇവർ രണ്ടാളും തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഇവർ തന്നെയാണ് വിജയിക്കുന്നതെന്നാണ്. ഓവറോൾ ആഫ്റ്റർ ഓൾ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു നാടകം നമ്മുടെ സിബിൻ എന്തൊക്കെയൊക്കെയോ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നോറയുമായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതെന്താ ഈ ഫൈനൽ എപ്പിസോഡിൽ കാണിക്കാത്തതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എക്സ്ട്രാസിൽ അതുണ്ടാവും. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒന്നും നടന്നിട്ടില്ല, ഒരു പ്ലാനും നടന്നിട്ടില്ല. അങ്ങനെയായി സംഭവം. അതായത് ഇന്നത്തെ മേജറായിട്ടുള്ളൊരു ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതും ആ ടാസ്കും മാത്രമാണ് നമ്മുടെ എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറൊരു ഇൻസിഡൻറ്റോ സംഭവങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഈ 37 ദിവസമായിട്ടും ആരെയും എടുത്തു പറയാൻ പറ്റുന്ന ഒരു രീതിയിൽ ഉയർന്നു വന്ന മറ്റൊരു താരമില്ല. ആദ്യം വെറുത്ത് തുടങ്ങിയ ജാസ്മിൻ ഗബ്രിയും ഇപ്പം കുറച്ച് നോക്കുകയാണെങ്കിൽ അവരെ പോസിറ്റീവായിട്ടാണ് ഗ്രാഫ് മുന്നിലോട്ടേക്ക് പോകുന്നതെന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആൾക്കാരൊക്കെ കുറച്ച് ഇഷ്ടപ്പെട്ട് തുടങ്ങി. ഇനിയിപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവർ കൂടുതൽ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ ഇവരെ ഫോക്കസ് ചെയ്ത് ഇവർക്ക് ഓവറായിട്ട് അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ കത്തിക്കയറാൻ പോകുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള മണ്ടന്മാരായിട്ടുള്ള ബാക്കി ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക്. പിന്നെ ജിൻഡോയുടെ ക്യാപ്റ്റൻസി ഒരു തരത്തിലും ഗുണമുള്ളതായിട്ട് തോന്നുന്നില്ല. ജാസ്മിൻ ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ടായിരുന്ന ഒരു കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ജാൻമണി നോറ തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ ജാൻമണിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരുടെ അടുത്താണെങ്കിലും മര്യാദയ്ക്ക് പോയിട്ട് സംസാരിക്കാനും, ഇനിയിപ്പോൾ താഴ്ന്നിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് പറയേണ്ടതാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിട്ടും, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിലും, പിന്നെ ശരണ്യയുടെ എന്തോ ഒരു ഇഷ്യൂവിന് ബെഡ് ഷെയർ ചെയ്യാനുള്ള ഒരു സംഭവത്തിനാണെങ്കിലും ജാസ്മിൻ ഇടപെട്ട രീതി അപ്പോൾ അന്നും നോട്ടീസബിൾ ആയിരുന്നു. നല്ല രീതിയിൽ ക്യാപ്റ്റൻസി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ക്യാപ്റ്റൻസിയുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തോന്നി. ഇതിപ്പോൾ നമുക്ക് വിഷ്വൽസിൽ കാണാം. അങ്ങനെ ജാസ്മിൻ ആൻഡ് ഗബ്രി ആ ഒരു സംഭവത്തിൽ വിജയിച്ചിരിക്കുകയാണ്, മറ്റവർ തോറ്റ്
തൊപ്പിയിട്ടു എന്ന് തന്നെ വേണ്ടി വരും നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇന്ന് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു മെലോ ഡ്രാമ ആയിട്ടുള്ള ടാസ്ക്കാണ്. ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും സത്യം പറഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ടാണ് തോന്നിയത്. ഈ ടീം ഇവർ കാണിച്ചതൊക്കെ നല്ലതായിരുന്നു. പക്ഷേ സായിൻ്റെ ടീം കാണിച്ചത് ജാസ്മിൻ ഗബ്രി സംഭവം കുറച്ച് ഓവറായിട്ടാണ് തോന്നിയത്. നമ്മുടെ ആ വൈൽഡ് കാർഡായിട്ടുള്ള അവരും പിന്നെ അഭിഷേകും ചെയ്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓവറായിട്ട് തോന്നി. ആ ഒരു സമയത്ത് ക്യാമറമാൻ നമ്മുടെ റിയൽ ലൈഫ് സ്റ്റാർസ് ആയിട്ടുള്ള ജാസ്മിൻ ഗബ്രീനെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മേജർലി ഇന്ന് നടന്നൊരു സംഭവം. അപ്പോൾ എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 3 ഇവർ രണ്ടാളും ഉണ്ടാവും. മിക്കവാറും ഇവർ രണ്ടിൽ ആരെങ്കിലും ആയിരിക്കും കപ്പ് ഉയർത്തുക എന്നുള്ള കാര്യം നിസ്സംശയം നമുക്കിപ്പം തന്നെ പറയാൻ പറ്റും. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു എൻ്റെ ബിഗ് ബോസ് അനാലിസിസ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ജാസ്മിനെയൊക്കെ വെച്ചിട്ട് കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പല പ്രശ്നങ്ങളെ കൊണ്ടും മുമ്പേ പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റൻസി അത്ര പോരായിരുന്നു. പക്ഷേ ഇപ്പോഴത്തുള്ള ക്യാപ്റ്റൻസിനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതിലെ എത്രയോ ഭേദമായിരുന്നു ജാസ്മിൻ്റെ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഇപ്പം തോന്നുന്നുണ്ട്, ഒരു കമ്പാരിസൺ കിട്ടിയ സ്ഥിതിക്ക്. അതുകൊണ്ട് ഞാൻ ജാസ്മിന് കപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ല. പക്ഷേ ഇപ്പോഴത്തെ പോക്കനുസരിച്ച് ഇവർ തന്നെയായിരിക്കും മിക്കവാറും കപ്പ് കൊണ്ടുപോവുക. അത് തന്നെയായിരിക്കും ഇവിടെ ഉള്ള കണ്ടസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് നടക്കാനും പോകുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വരാം, ഒരു അനാലിസിസ് വീഡിയോ ആയിട്ട്. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് റിവ്യൂ റേഞ്ചർ ബൈ, ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്. പിന്നെ ലാസ്റ്റ് ഇവരൊക്കെ ഇരുന്ന് ഒരു ചർച്ചയുണ്ടായിരുന്നു, അതും ഒന്നും നടന്നില്ല, നമ്മുടെ സിബിൻ്റെ പാളിപ്പോയി.